സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി സാധകരെ, മസ്നവിയെ മഅനവിയുടെ ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ വിഷയം ഈ കഥയുടെ നമ്മൾ പറഞ്ഞു വരുന്ന രാജാവ് അടിമ പെൺകൊടിയിൽ അനുരക്തയായ കഥയുടെ ഒരു ഉപസംഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-13 ഈരടികളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ ഈ ഭാഗത്ത് ഇന്ന് പറയാൻ പോകുന്ന ഭാഗത്ത് പ്രധാനമായും പറയുന്നത് ഈ കഥയുടെ പൊരുളിനെ തെറ്റിദ്ധരിച്ചവരോടാണ്. ഈ കഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ പലപ്പോഴും അത് സാമാന്യ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ സ്വർണ്ണപ്പണിക്കാരനെ വിഷം കൊടുത്തു കൊന്നത്, എത്രയോ പേര് അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. കഴിഞ്ഞ ദിവസവും ആരോ എഴുതിയതായിട്ട് കണ്ടു ഫേസ്ബുക്കിൽ. ഇത്തരം കഥകളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ കഥയുടെ പൊരുൾ അറിയാത്തത് കൊണ്ടാണ്, ഈ പൊരുൾ മറക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇനിയുള്ള വരികൾ. ഈ ഭാഗം നിത്യചൈതന്യ ഭാഷയിലൊന്നും ഉൾപ്പെടുത്തിപ്പെട്ടിട്ടില്ല. സൂഫി റൂമി പറഞ്ഞ കഥകൾ എന്നതിൽ ഈ ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞ ഭാഗമൊന്നും അതിലില്ല. അപ്പം ഇത് ഒന്നുകൂടി സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ കഥയുടെ പൊരുൾ മനസ്സിലാക്കാത്ത, കഥയുടെ പൊരുളിലേക്ക് ഇനിയും പ്രവേശിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്ന ഈരടികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഡേ 65 10-3 234 മുതൽ 240 വരെ ഈരടികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ ഫാർസി ഭാഗം ആദ്യം വായിക്കാം. गर नबूदी कारश इल्हाम इलाह ऊ सगी बूदी दरा नंदे नशाह पाक बूदस शहवतु हिरसु हवा नीक कर्द ऊ लीक नीके बदनुमा गर खलिर दर बहर कश्ती रा शिकस्त सुद दुरुस्ती दर शिकस्त खिलर हस्त वहमे मूसा बाहमे नूरो हुनर शुदज अन महजूब तू भी परमा पर आन गुले सुरखस्त तू खूनश मखान मस्त अखलस्त ऊ तू मजनूनश मखान गर बूदी खूने मुसलमान काम ऊ काफिरम गरबू गरबुर दमीमन नाम ऊ मी बिलरजद अर्श अज मदह शकी बदगुमाल गर्दद बदगुमान गर्दद से मदहश मुत्तकी बदगुमान गर्दद से മദ്ഹഷ് മുത്തഖി എന്നാണ് ഈ വരികൾ പറയുന്നത്. നമുക്കിതിൻ്റെ അർത്ഥം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണിത്. ഇതിനെ പൊരുളുകളിലേക്ക് സാധാരണയായി തെറ്റിദ്ധരിച്ച ആളുകൾക്ക് വ്യക്തമായ അവബോധം നൽകുന്ന വരികളും അതിൻ്റെ അകമേയുള്ള പൊരുളുകൾ, ആഴങ്ങൾ അറിയുന്നവർക്ക് വേണ്ടിയുള്ളതുമാണ്. ആ രണ്ട് രീതിയിൽ ഈ ഭാഗങ്ങൾ ഗുരു മനോഹരമായിട്ട് ആഖ്യാനം ചെയ്തിട്ടുണ്ട്. ഗർനബൂദി കാരഷേ, ഗർനബൂദി ആയിരുന്നില്ലെങ്കിൽ, കാരഷേ ആ പ്രവൃത്തി, ആരുടെ? കാരഷ്, അദ്ദേഹത്തിന് ആ രാജാവ് ചെയ്ത പ്രവൃത്തി, ആ സ്വർണ്ണപ്പണിക്കാരനെ വിഷം കൊടുത്ത് കൊല്ലുക എന്ന ആ പ്രവൃത്തി, ഇല്ലഹാമെ ഇലാഹ്, അത് ദൈവികമായ പ്രചോദനത്തിൽ നിന്ന് ഉള്ളത് ആയിരുന്നില്ലെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഊ സഗീബൂദി, അദ്ദേഹം അല്ലെങ്കിൽ ആ ചെയ്ത ആള് വെറും ഒരു നായയാണ്, ആയേനെ. അത്രയും ദർ ബൂദി ദറാ നന്ദേന ഷാഹ്, ഒരു കടിച്ചു കീറുന്ന, ഒരു ആസക്തനായ ഒരു നായ മാത്രമാണ്. അതിൻ്റെ അവസ്ഥ പറയാം. ഒരു ആസക്തനായ, ഒരു ആർത്തി പിടിച്ച ഒരു നായ മാത്രമാണ്. ഒരു രാജാവാകുമായിരുന്നില്ല, ഒരു രാജാവേ അല്ല. കാരണം അതിന് രാജാവ് എന്ന് പോലും പറയാൻ പറ്റൂല. ഈ പ്രവൃത്തി ചെയ്ത ആള് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹേച്ഛ പ്രകാരമാണ് അത് ചെയ്തതെങ്കിൽ ഒരു നായയോട് മാത്രമേ അതിന് ഉപമിക്കാനാവൂ. ഒരു രാജാവ് പോലും ആകുമായിരുന്നില്ല ഇത് ദിവ്യ പ്രചോദനത്താൽ അല്ല ചെയ്തതെങ്കിൽ. അങ്ങനെയാണ് സാമാന്യ ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വിശദമായിട്ട് പറയാണ്. പാക് ബൂദ് ഷഹവതു ഹിർസു ഹവാ, പാക് ബൂദ്, അദ്ദേഹം പരിശുദ്ധനായിരുന്നു. ആ രാജാവെന്ന് നമുക്കറിയാം. രാജാവ് എന്തിൻ്റെ പ്രതീകമാണ്? ആ ആത്മപ്രകാശത്തിൻ്റെ പ്രതീകമാണ്, ആ ജീവാത്മ സ്വരൂപത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ രാജാവ്. പാക് ബൂദ്, അത് പരിശുദ്ധമാണ്. എന്തിൽ നിന്നെല്ലാം പറയാണ്? 3
സാമാന്യമായ മനുഷ്യൻ്റെ കാമനകൾ ഉൾക്കൊള്ളുന്ന 3 വാക്കുകൾ ഇവിടെ പറയാണ്. ഷഹ്വത്ത്, ഷഹ്വത്തിൽ നിന്ന്, അവൻ്റെ ദേഹകാമനയിൽ നിന്ന്, ഷഹ്വത്ത് വൈകാരികമായ അവസ്ഥകളിൽ നിന്ന്, ഹിർസ് അവൻ്റെ ആസക്തിയിൽ നിന്ന്, ഹവാ അവൻ്റെ ദേഹേച്ഛയിൽ നിന്ന്, അവൻ്റെ കാമനയിൽ, ഇതെല്ലാം ഏതാണ്ട് ഒരേ സാധനം തന്നെയാണ്. അവൻ്റെ കാമനയിൽ നിന്ന്, അവൻ്റെ ഉള്ളിലെ ആസക്തിയിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, ഹവാ ഉൻ നഫ്സ് എന്ന് പറയും. നഫ്സിൻ്റെ ഹവാ, ദേഹേച്ഛ, അഭീഷ്ടങ്ങൾ, അതിൽ നിന്നെല്ലാം മുക്തമാണ്, പരിശുദ്ധമാണിത്. അത്ര പരിശുദ്ധമായ ഈ രാജാവ് ഒരിക്കലും അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സ്വന്തം ഇംഗിതത്തിൻ്റെ പേരിൽ, എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുക എന്നതൊന്നും ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഇതിൻ്റെ പൊരുളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കൂ എന്ന് പറയാണ് ഗുരു. നീക്ക് കർദു ലീക്ക് നീക്കെ ബദ്നുമാ. രസകരമായിട്ടൊരു കാര്യം പറയാ. നീക്ക് കർദു, അദ്ദേഹം ചെയ്തതൊരു വലിയ നന്മയാണ് ചെയ്തത്. ലീക്ക്, പക്ഷേ നീക്ക് ബദ്നുമാ, അത് തിന്മയാണെന്നാണ് ആളുകൾക്ക് തോന്നുക. അങ്ങനെയുണ്ട് ചില കാരണം എന്താണ്, സാമാന്യ ബോധത്തിന് ചിലപ്പോൾ അത് മനസ്സിലാകുന്ന ധാരണകൾക്കപ്പുറത്തായിരിക്കും ഇവരുടെ ലോകം. അത് ആകാശങ്ങൾ വ്യത്യാസമുണ്ട്, ഇത്തരം ബോധതലത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ആളുകൾ ചെയ്യുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണെന്ന് സാമാന്യ ജനം കരുതും. എന്നാൽ അത് എത്രയോ പുണ്യമാക്കപ്പെട്ട പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാണ്, വിശുദ്ധ ഖുർആനിലുള്ള ഉദാഹരണം പറയാണ്. ഗർ ഖലിർ ദർ ബഹർ കശ്തി റാഷികസ്ത്. ആ ഖിളിർ നബിയെ കുറിച്ച് പറയുന്ന ആ കഥ ഇന്നലെ പലപ്പോഴും ഇതിൽ പറഞ്ഞാണ്. അൽ കഹ്ഫിലെ പറയുന്ന കഥ. ഖിളിറിൻ്റെ കൂടെ പോകാൻ മൂസ പ്രവാചകനോട് പറയുകയും മൂസ പ്രവാചകൻ കൂടെ പോവുകയും ഖിളിറിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ബോധത്തിനും ധാരണക്കും അദ്ദേഹം മനസ്സിലാക്കിയ ദൈവിക നിയമത്തിനും വിധേയമായതല്ലാത്തതിനാൽ, അതിനതീതമായതിനാൽ അതിനെ പിരിഞ്ഞു പോരുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനിൽ. അത് വളരെ സൂഫി ലോകത്ത് വളരെ വിശുദ്ധമായ പ്രമാണമാണ്. സൂഫികളുടെ ഏറ്റവും പ്രമാണമായ ഗുരുവാണ്, പ്രാമാണികനായ ഗുരുവാണ്. ഏറ്റവും പ്രമാണങ്ങൾ നൽകുന്ന അവസ്ഥയുടെ ആ വ്യക്തിത്വത്തിൻ്റെ ആ മഖാമിൻ്റെ പേരാണ് ഖളിർ എന്നത്. ആ ഖളിർ ദർ ബഹർ, ഗർ ഖളിർ ദർ ബഹർ, ആ കടലിൽ ഉണ്ടായിരുന്ന കശ്തി, കപ്പലിനെ എന്ത് ചെയ്തു? ഖളിർ എന്ത് ചെയ്തു? റാഷികസ്ത്, ഓട്ടയാക്കി. കടലിൽ പുറപ്പെടാൻ കിടന്ന കപ്പലിനെ ഓട്ടയാക്കുകയാണ് ചെയ്തത് ഖളിർ. അത് വലിയൊരു തെറ്റാണ് അവിടെ ചെയ്തത്. കപ്പൽ ഓട്ടയാക്കുക എന്നത് വലിയ അബദ്ധമാണ്, വലിയ അപരാധമാണ് ചെയ്തത്. പക്ഷേ ആ അപരാധത്തെക്കുറിച്ച് പറയാണ് ദുരുസ്തി ദർശികസ്തെ ഖളിർ ഹസ്ത്. എന്നാൽ അത് ഖളിറിൽ നിന്നുണ്ടായ ആ ഓട്ടയാക്കൽ യഥാർത്ഥത്തിൽ 100 ശരികളായിരുന്നു. അതുകൊണ്ട് അതിന് പിന്നീട് പറയുന്നുണ്ട്, ആ കപ്പൽ പോയി തകരാൻ പോകുന്ന കപ്പലാണ്. അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ നാശമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിനെ ആദ്യമേ ഓട്ടയാക്കിയത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു തലമുണ്ട്. അത് മറ്റൊരു തലം. അപ്പോൾ അവിടെ ഖളിർ കടലിൽ കിടന്ന കപ്പലിനെ ഓട്ടയാക്കിയത് സാമാന്യ മനസ്സിന് വലിയ അപരാധമാണെങ്കിലും അത് വലിയ പുണ്യമായിരുന്നു, വലിയ നന്മയായിരുന്നു. 100 ശരികൾ, 1000 നന്മകൾ, 1000 പുണ്യങ്ങളാണ്. ചില പാപങ്ങൾ എന്ന് നമ്മൾ സാമാന്യതയിൽ ധരിക്കുന്ന പലതും മഹാപുണ്യങ്ങളായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു. എന്നിട്ട് പറയാണ്, വഹ്മെ മൂസ ബ ഹമേ നൂറോ ഹുനർ. മൂസായുടെ ബോധം, മൂസാ നബിയുടെ ബോധതലം യഥാർത്ഥത്തിൽ ബാഹമേ നൂർ, അതൊരു പൂർണ്ണ പ്രകാശമയം തന്നെയായിരുന്നു. വഹുനർ, അത് മഹത്തരമായിരുന്നു, വളരെ വൈശിഷ്ട്യമേറിയ അതിമഹത്തരമായ കലീമുല്ലാഹി മൂസ എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംസാരം കേട്ട, ആ കലാം കേട്ട ആളാണ്, വളരെ വിശിഷ്ടനാണ് മൂസ പ്രവാചകൻ. ആ പ്രവാചകൻ ഇസ്ലാമിക ലോകവും ക്രൈസ്തവ ലോകവും യഹൂദ ലോകവും ഒരുപോലെ മാനിക്കുന്ന മഹാപ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകന്റെ ബോധധാര, ആ ബോധതലം അത്രയും വിശിഷ്ടവുമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഷുദ് അസ് മഹജൂബ്, അതിൽ നിന്ന്, ഈ വിഷയത്തിൽ നിന്ന്, ഖളിറിന്റെ പ്രവർത്തികളുടെ രഹസ്യങ്ങളിൽ നിന്ന് ഷുദ് അസ് മഹജൂബ്, അദ്ദേഹം മറക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഹിജാബ് ഇടപ്പെട്ടിരുന്നു. ഹിജാബ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറയാണ്, യവനികകളാണ്. അദ്ദേഹത്തിന് ആ അറിവിനെ തൊട്ട് അദ്ദേഹത്തിൽ മറയിടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് യവനിക ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാനുള്ള തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജ്ഞാനതലത്തെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പറയാണ്, ചിറകില്ലാതെ നീ പറക്കാൻ ശ്രമിക്കല്ലേ.
അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ ഗുരുക്കന്മാരുടെ വിഷയങ്ങൾ, ഇതുപോലെ ദൈവിക പ്രചോദിതമായ കർമ്മങ്ങളെക്കുറിച്ച് നീ വിലയിരുത്തല്ലേ. നിന്റെ വിലയിരുത്തലെല്ലാം തെറ്റിപ്പോകും. നീ പാപമെന്ന് പറയുന്ന പലതും പുണ്യമെന്ന് നീ തിരിച്ചറിയാൻ നിന്റെ ജ്ഞാനത്തിൻ്റെ മറകൾ മാറേണ്ടി വരും. അപ്പോൾ മാത്രമേ നിനക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിനെയൊന്നും നീ വിലയിരുത്താൻ പോകല്ലേ, നീ അത് തിരിച്ചറിയൂ എന്ന് ഇതിൻ്റെ പൊരുളിലേക്ക് അന്വേഷിയെ, അനുവാചകനെ കൊണ്ടുപോവുകയാണ് ഗുരു ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് രസകരമായ, എത്ര കാവ്യാത്മകവും പ്രണയപൂർണവുമായ ഒരു ഉപമയാണ് ഇനി പറയാൻ പോകുന്നത്. ആ പ്രവൃത്തി, ആ ചെയ്തത്, ആ ആളെ വിഷം കൊടുത്ത് നിഹനിച്ചത്, ആൻ ഗുലേ സുർഹസ്ത്, അതൊരു ചുവന്ന പനിനീർപ്പൂവായിരുന്നു. ഒരു ചുവന്ന പനിനീർപ്പൂവായിരുന്നു. ആ ചുമന്ന പനിനീർപ്പൂവ് പ്രണയത്തിൻ്റെ, ആ പ്രണയ ഹൃദയത്തിൻ്റെ പ്രതീകമാണ്. ആ പൂർണ്ണ പ്രണയത്താൽ സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ അത്. ആ പ്രണയം കൊണ്ട് സംഭവിച്ചതാണത്. അതൊരു പാപം കൊണ്ട് സംഭവിച്ചതല്ല. അത് പ്രണയപൂർണതയിൽ നിന്നുണ്ടായ ഒരു ചെമന്ന പനിനീർപ്പൂവായിരുന്നു. ആൻ ഗുലേ സുർഹസ്ത്. എന്നിട്ട് പറയാണ്, തൂ ഹൂനഷ് മഖാൻ, അതിനെ രക്തമെന്ന് നീ വിളിക്കല്ലേ, അതിനെ രക്തമെന്ന് വിളിക്കല്ലേ. നീ അതിനെ രക്തമെന്ന് വിളിക്കുന്നത് നിന്റെ അറിവില്ലായ്മയാണ്. നിന്റെ ബോധതലത്തിൽ നിന്റെ ജ്ഞാനധാര ആ ഖിദ്റിന്റെ കർമ്മങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കും വിധം നിന്റെ ജ്ഞാനബോധം തെളിഞ്ഞാൽ നീ അതിനെ തിരിച്ചറിയും, അതൊരു ചുമന്ന പനിനീർപ്പൂവായിരുന്നു എന്ന്. പിന്നെ നിനക്കതിനെ രക്തമെന്ന് വിളിക്കാൻ കഴിയില്ല. പിന്നെ പറയാണ്, മസ്ത് അഖ്ലസ്ത് ഓ തൂ മജ്നൂനഷ് മഖാൻ, മസ്ത് അഖ്ലസ്ത്, അത് ബുദ്ധിയുടെ ഉന്മാദമാണ്, ബുദ്ധിയുടെ നിറവാർന്ന ഉന്മാദമാണ്. അവിടെ പൂർണ്ണ ബോധത്തോടു കൂടിയുള്ള ഉന്മാദമാണ്. സാധാരണ നമ്മൾ ഉന്മാദം എന്ന് പറഞ്ഞാൽ, ഭ്രാന്തെന്ന് പറഞ്ഞാൽ ബോധം മായുമ്പോഴുണ്ടാവുന്നതാണ്. ബുദ്ധി മറയുമ്പോഴുള്ളതിനെയാണ് നമ്മൾ ഭ്രാന്തെന്ന് പറയുന്നത്. എന്നാൽ ബുദ്ധിയുടെ നിറവാർന്ന പൂർണ്ണതയിലുണ്ടാകുന്ന ഒരു മസ്തുണ്ട്, ഒരു ദിവ്യോന്മാദമുണ്ട്. അതാണിത്. ആ മസ്തു അദ്ദേഹത്തിൻ്റെത്, മസ്ത് അഖ്ലസ്തു, അദ്ദേഹത്തിൻ്റെ മസ്ത് എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണമായ ബോധത്തിലുള്ളതാണ്. തു മജ്നൂനഷ് മഖാൻ, നീ അതിനെ ഭ്രാന്തനെന്ന് വിളിക്കല്ലേ, നീ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിക്കല്ലേ. അത് ഭ്രാന്തല്ല, അത് മസ്ത് എന്താണ്, അത് മജ്ദൂബാണ്, മജ്നൂനല്ല. വിശദീകരിക്കാം നമുക്കതിനെ. പിന്നെ നീ മജ്നൂൻ എന്ന് വിളിക്കല്ലേ, അത് ബുദ്ധിയുടെ നിറവിലുള്ള ഉന്മാദമാണ്. അത് നീ വിചാരിക്കുന്ന ബുദ്ധി മറയുന്ന ഭ്രാന്തല്ല. അത് രക്തമെന്നതിനെ വിളിക്കല്ലേ, അതൊരു ചെമന്ന പനിനീർപ്പൂവാണ് എന്ന് ഗുരു പറയാണ്. ഗർബുദി ഖൂനെ മുസൽമാൻ കാമേവു. പിന്നെ പറയാണ്, ഒരു സാത്വികനായ മനുഷ്യനെ കൊല ചെയ്യുന്ന ഒരു മനുഷ്യനെ പിന്തുണയ്ക്കുക എന്നത്, ഗർബുദി ഖൂനെ, അവിടെ രക്തം ചിന്തുക എന്നത്, ഒരു സാത്വികനായ മനുഷ്യന്റെ രക്തം ചിന്താൻ കൂട്ടുനിൽക്കുക എന്നതെന്താണ്, കാഫിറം ഗർബുർദമി മന്നാമേവു. അങ്ങനെ അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു പരാമർശമെങ്കിലും, ആ നാമത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നിഷേധിയായേനെ. കാരണം ഒരു സാത്വികനായ മനുഷ്യനെ കൊല ചെയ്യുന്ന കഥയല്ല ഇതിൽ പറയുന്നത്. അതിന് അപ്പുറത്ത് അതിൻ്റെ രഹസ്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ നിഷേധിയായി പോയേനെ എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. മീ ബിലർസദ് അർഷ് അസ് മദ്ഹ് ഷഖീ ബദ്ഗുമാൻ ഗർദദ് സെ മദ്ഹഷ് മുത്തഖി. പിന്നെ ഒരു ഹദീസിന്റെ, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, ഒരു ആ ഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്, ഇദാ മുദിഹൽ ഫാസിഖു ഖളിബർ റബ്ബ് വഹ്തസ്സൽ അർഷ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ആരെങ്കിലും ഒരു അക്രമിയെ, ഒരു കുറ്റവാളിയെ പ്രകീർത്തിച്ചാൽ ദൈവം അവനോട് കോപം പുലർത്തിയിരിക്കുന്നു, അവിടെ ദൈവസിംഹാസനം ദൈവസിംഹാസനം വിറകൊള്ളുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ ആ ഭാഗത്തെ സ്വാംശീകരിച്ചുകൊണ്ട് പറയുന്നതാണ്, മീ ബിലർസദ് അർഷ്, ദൈവത്തിൻ്റെ സിംഹാസനം വിറകൊള്ളുന്നു. അസ് മദ്ഹ് ഷഖീ, ഒരു കുറ്റവാളിയെ പ്രശംസിച്ചാൽ, ഇവിടെ രാജാവിനെ പ്രശംസിക്കുകയും രാജാവിൻ്റെ പ്രവൃത്തികളെല്ലാം മേന്മയിട്ടതെന്നും പറയുകയും ചെയ്യുകയാണ് ഈ കവിതയിൽ മുഴുവൻ. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുളറിയാതെ അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ വലിയ അപരാധം ചെയ്തവനാണ്. അപ്പോൾ അങ്ങനെയല്ല, അത് ഇൽഹാമേ ഇലാഹാണ്. അതിൻ്റെ പൊരുൾ നിങ്ങൾ വിചാരിച്ച പോലെയല്ല. ആ ജ്ഞാനത്തിൻ്റെ മറ നീങ്ങുമ്പോഴേ അതിൻ്റെ പൊരുൾ മനസ്സിലാവൂ. ബദ് ഗുമാൻ ഗർദദ്, അത് അങ്ങനെ ആരെങ്കിലും പ്രകീർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ ദുശ്ചിന്തയുള്ള
ആ ആളായി മാറും. ആര്? മദ്ഹഷ് മുത്തഖി. അതായത് നല്ല ആളുകൾ, തിന്മ നിറഞ്ഞ ആളുകളെ, ഇത്തരം കുറ്റവാളികൾ എപ്പോഴെങ്കിലും പ്രശംസിച്ചാൽ ആ സാധാരണ ആളുകൾ കൂടി എന്ത് വിചാരിക്കും? ആ ചീത്ത ആളുകൾ നല്ലവരാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ തന്നെ വിറകൊള്ളിക്കുന്നതാണ്. അതൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കഥയുടെ പൊരുൾ മറ്റൊന്നാണ്. അതിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങുക, ആ വഴിയിലൂടെ പ്രവേശിക്കുക, ഖിളിറിനെ മനസ്സിലാക്കുക, ഖിളിറിൻ്റെ ബോധധാരയെ തിരിച്ചറിയുക, ആ ജ്ഞാനപ്രകാശത്തിൻ്റെ ബോധതലത്തിലേക്ക് ഉയർന്ന് ഈ കഥയുടെ പൊരുളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുക. സാമാന്യമായി മനസ്സിലാക്കുന്ന കഥയല്ല ഇത് എന്ന് പിന്നെയും പിന്നെയും ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇത്ര വ്യക്തമായിട്ട് ഗുരു ബോധ്യപ്പെടുത്തുകയാണ്. അന്വേഷികളെ, അനുവാചകരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അർത്ഥം ഒന്ന് വായിക്കാം. ദിവ്യപ്രചോദനത്താൽ ആയിരുന്നില്ല രാജാവിൻ്റെ പ്രവൃത്തിയെങ്കിൽ അതൊരാർത്തി പിടിച്ച നായ എന്നേ പറയാൻ കഴിയൂ. അതൊരു രാജാവായിരുന്നില്ല, രാജാവെന്ന് പറയാനേ കഴിയില്ല. അങ്ങനെ ചെയ്യുന്ന ആളെ ഒരാർത്തി പിടിച്ച നായ എന്നേ പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ രാജാവ് ദേഹേച്ഛയിൽ നിന്നും ആസക്തിയിൽ നിന്നും കാമനകളിൽ നിന്നും പരിശുദ്ധനാണ്. കാരണം അത് ആത്മപ്രകാശത്തിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധമായ കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. പൊരുളറിയാത്തവർക്ക് അവിശുദ്ധമെന്ന് തോന്നിക്കുന്നു എന്ന് മാത്രം, ആ ജ്ഞാനബോധം സിദ്ധിക്കാത്തവർക്ക്. ഖിളിർ കടലിൽ കിടന്ന കപ്പലിനെ ഓട്ടയാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഖിളിർ ചെയ്ത ആ പ്രവൃത്തിയിൽ 100 ശരികളുണ്ടായിരുന്നു. മൂസായുടെ ബോധം പ്രകാശപൂർണവും വൈശിഷ്ട്യമേറിയതും തന്നെയായിരുന്നു. പക്ഷേ ഖിളിറിൻ്റെ പ്രവൃത്തികളുടെ പൊരുളിൽ നിന്ന് മൂസ മറയ്ക്കപ്പെട്ടിരുന്നു. ആയതിനാൽ ചിറകില്ലാതെ പറക്കാൻ ശ്രമിക്കരുത് നീ. ഇതൊരു ചുവന്ന പനിനീർപ്പൂ, അതിനെ നീ രക്തമെന്ന് വിളിക്കല്ലേ. ബുദ്ധിയുടെ നിറവാർന്ന ഉന്മാദമാണത്. അവന് നീ ഭ്രാന്തികന്റെ രക്തം ചിന്തലാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഈ കഥയിൽ ആ പേര് പരാമർശിച്ചാൽ തന്നെയും ഞാൻ നിഷേധികളിൽ പെട്ടേനെ. കുറ്റവാളിയെ പ്രശംസിച്ചാൽ ദൈവസിംഹാസനം വിറകൊള്ളും. നന്മയുള്ളവർ ദുഷ്ടനെ പ്രശംസിച്ചാൽ നീചനും നല്ലവനെന്ന് ജനം തെറ്റിദ്ധരിക്കും. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറഞ്ഞത്. ഇതിൽ കുറച്ച് വിശദാംശങ്ങളിലേക്ക്, ചെറിയ അതിൻ്റെ പൊരുളുകളിലേക്ക് കൂടുതൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് അന്വേഷിയെ. അതിലേറ്റവും പ്രധാനമായിട്ട് കുറച്ച് വാക്കുകൾ നമ്മൾ അറിയേണ്ടത് ഇൽഹാം, ഇലാഹ്. മുമ്പ് നമ്മൾ പറഞ്ഞു, അത് ആ ദൈവികമായ വെളിപാട്. ആ വഴിയിലെ ആ ഗുരു പ്രഭാവത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ പ്രവൃത്തിയും ഇൽഹാമെ ഇലാഹാണ്. ഇന്നലെയും പറഞ്ഞു, അതിലൊന്നായിരിക്കുന്നവരാണ്. അവർക്ക് കിട്ടുന്ന അകമേ കിട്ടുന്ന പ്രതിവചനങ്ങളും ഉത്തരങ്ങളും കൽപ്പനകളും വഴി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വഴിയെയാണ് അവർ സഞ്ചരിക്കുന്നത്. ആ നിയമം എന്ന് പറഞ്ഞാൽ ഖിളിറിൻ്റെ നിയമമാണ്. അത് മൂസാക്ക് മനസ്സിലാക്കില്ല. മൂസാക്ക് മനസ്സിലാകാത്ത ചില തലങ്ങൾ അത്തരം ആധ്യാത്മ വ്യക്തിത്വങ്ങളിലുണ്ട്, അവരുടെ വഴികളിലുണ്ട്, അവരുടെ കർമ്മങ്ങളിലുണ്ട്. നിങ്ങളുടെ സാമാന്യ നിയമവ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് ദൈവം വളരെ വ്യക്തമായി ഈ ഖുർആനിൻ്റെ ഭാഷ്യത്തിലൂടെ, അതിൻ്റെ അർത്ഥത്തിലൂടെ, അതിൻ്റെ പൊരുളിലൂടെ ഓരോ അന്വേഷിയെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് ഇൽഹാമിൽ ബദ്ധമാണ് അതിൻ്റെ സർവ്വകർമ്മവും. കാരണം എന്താണ്? അത് പാക്കാണ്, അത് വിശുദ്ധമാണ്. എന്തിൽ നിന്നെല്ലാം? ഷഹവത്തിൽ നിന്നും, ഹിർസിൽ നിന്നും, ഹവായിൽ നിന്നും വിശുദ്ധമായ ആത്മപ്രകാശത്തിൻ്റെ കർമ്മമാണ് ആ നഫ്സിൻ്റെ ഇച്ഛകളെ പൂർണ്ണമായും മുറിച്ചു കളഞ്ഞത്. ആ പദാർത്ഥത്തോടുള്ള അതിൻ്റെ കാമനകളെ, പദാർത്ഥ തലത്തെ പൂർവമായും നിഷ്കാസിതമാക്കിയത് അതിൻ്റെ ആ വിശുദ്ധമായ തലത്തിലാണ്. സാമാന്യ തലത്തിൽ നിന്ന്, ഈ അറ്റത്ത് നിന്ന് മറയിടപ്പെട്ട മനസ്സിൽ നിന്ന് നോക്കുമ്പോഴാണ് നിനക്കത് വലിയൊരു അപരാധമെന്ന് തോന്നുന്നത്. എന്നാൽ അതൊരു മഹാപുണ്യമാണ്, മഹാനന്മയാണ് എന്ന് നീ തിരിച്ചറിയുന്ന ജ്ഞാനപ്രകാശത്തിലേക്ക് വളരുമ്പോഴേ, നിന്റെ മനസ്സിലെ മറകൾ നീങ്ങുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. അതിനെന്ത് വേണം? നിന്റെ ഷഹവത്തിൻ്റെ, ഹിർസിൻ്റെ, ഹവായുടെ തലങ്ങളിൽ നിന്ന് നീ വിശുദ്ധമാകേണ്ടതുണ്ട്. നീ വിശുദ്ധമാകുമ്പോഴേ നിനക്കും അത് മനസ്സിലാവുള്ളൂ. സാമാന്യ ബോധത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത നന്മയാണത്. അത് മറനീങ്ങിയവർക്കേ കാണാനാവൂ. ഇതൊരു കപ്പലിന് ഓട്ടയിട്ടത് വലിയ നന്മയായിരുന്നു, വലിയ രക്ഷപ്പെടുത്തലായിരുന്നു, അത് വലിയ പുണ്യമായിരുന്നു. എന്നാൽ മൂസായുടെ ബോധതലം എത്ര പ്രകാശപൂർണമെങ്കിലും ആ വഹ്മ മൂസ അതത്രമേൽ ജ്വലിക്കുന്നതാണെങ്കിലും
ഈ ജ്ഞാനതലം അത് മറ്റൊന്നാണ്. ആ ജ്ഞാനതലം ഒരു ഗുരുവഴികളുടെ പ്രകാശനമാണ്. ആത്മജ്ഞാന പ്രകാശനത്തിൻ്റെ ചില മറനീങ്ങലാണ്. ആ മറനീങ്ങലിൽ മാത്രമേ ഇതിനെ തിരിച്ചറിയാനാവൂ. അത് മൂസായുടെ ബോധതലത്തിന് ആ സമയത്ത് സാധിച്ചിരുന്നില്ല. അതിന് ജ്ഞാനത്തിൻ്റെ പടവുകളിലൂടെ മറകൾ നീങ്ങപ്പെടേണ്ടതുണ്ട്. അത് മഹ്ജൂബാണ്, മറയിടപ്പെട്ടവരാണ്. മറയിടപ്പെട്ടവർക്ക് മറയ്ക്കപ്പുറത്തെ പ്രകാശത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മറയിടപ്പെട്ട അവസ്ഥയിലിരുന്നു കൊണ്ട് തൂ ബി പർമപ്പർ, നീ ചിറകില്ലാതെ പറക്കാൻ ശ്രമിക്കരുത്, നീ താഴെ വീണു പോകും. അങ്ങനെയാണ് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത്. ഈ ജ്ഞാനതലത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ, അത് മനസ്സിലാക്കാതെ, ഗുരു വഴികളുടെ നിഗൂഢ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവർ ചിറകില്ലാതെ പറക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ വീണു പോകുന്നു. അവർക്ക് മറ നീങ്ങിയതിന് മാത്രമേ നീ അതിനെ വിധി പറയാനിരിക്കാവൂ. അതിൻ്റെ പൊരുളിലേക്ക് പ്രവേശിച്ച് അതിനെ അന്വേഷിച്ച് അനുഭവ തലത്തിലൂടെ നീ തിരിച്ചറിയുക. ആ തിരിച്ചറിയുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഇത് രക്തമല്ല, ഇത് ചുമന്ന പനിനീർപ്പൂവാണ്. ഗുൽ സുർഹസ്ത്, ആ ഗുൽ, ആ പനിനീർപ്പൂ, സുർഹസ്ത്, ആ ഒരു ചുമന്ന പനിനീർപ്പൂവാണ്. ഒരു രക്തനക്ഷത്രം പോലെയുള്ള ചുമന്ന പനിനീർപ്പൂ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വരി ഓർമ്മ വന്നു അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അദ്ദേഹം ആ ഒരു കഥാഭാഗത്ത് പറയുന്നുണ്ട്, ആ പനിനീർപ്പൂ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ. അപ്പോൾ കാമുകി പറയും, ഏത് പനിനീർപ്പൂ എന്ന് ചോദിക്കൂ. അപ്പോൾ പറയും, രക്തനക്ഷത്രം പോലെ ചുവന്ന പനിനീർപ്പൂ, അത് നീ എന്ത് ചെയ്തു? അപ്പോൾ ചോദിക്കും, എന്ത് ചെയ്തെങ്കിൽ എന്താ? ഒന്നുമില്ല. അപ്പോൾ നീ എന്ത് ചെയ്തു? ഞാനതിനെ ചവിട്ടി അരച്ച് കളഞ്ഞു എന്ന് പറയും കാമുകി. അപ്പോൾ ചോദിക്കും, ഓ, ചവിട്ടി അരച്ച് കളഞ്ഞോ? അതെ, എന്തായിരുന്നു? ഒന്നുമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു എന്ന് പറയുന്നൊരു ഓർമ്മ ഇത് പറഞ്ഞപ്പോൾ വന്നു. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഒരു പൂർണ്ണ പ്രതീകമാണ് ചുവന്ന പനിനീർപ്പൂ. അത് മഹബത്തിൻ്റെ, ഇഷ്കിൻ്റെ പ്രതീകമാണ്. ആ ഇഷ്കിൻ്റെ കാരണമാണ്, വലിയ അപരാധമല്ല. ഒരു വലിയ സൂഫി ഒരിക്കൽ പറഞ്ഞു, ആദം അലഹിസ്സലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, വോ ഗലത്ത് നഹി ഹേ വോ മഹബത്ത് മേം ഹേ. അത് വലിയ പാപമായിട്ട് കാണുന്ന പല കാര്യങ്ങളുടെയും പൊരുളിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് രക്തമല്ല, അത് ചുവന്ന പനിനീർപ്പൂവായിരുന്നു. അത് വലിയ പ്രണയത്തിൽ നിന്നുണ്ടായതാണ്, പാപത്തിൽ നിന്നുണ്ടായതല്ല. പലപ്പോഴും നമ്മൾ പാപമെന്ന് വിചാരിക്കുന്ന സാമാന്യ ബോധതലം വിചാരിക്കുന്നതിൻ്റെ അകമേ പ്രവേശിക്കുമ്പോഴാണ് നമുക്കറിയാം അതിനകമേ വലിയ പ്രണയത്തിൻ്റെ പൊരുളിരിക്കുന്നു എന്ന് മനസ്സിലാകുക. അത് മനസ്സിലായി പ്രവർത്തിക്കുന്നവൻ അവൻ ബുദ്ധി കൊണ്ട് ഉന്മാദിയാവനാണ്. ബോധതലത്തിൽ ആ ബോധതലം നിറഞ്ഞുകൊണ്ട്, ബുദ്ധിയുടെ നിറവാർന്ന തലത്തിലാണ് അവൻ ദിവ്യോന്മാദിയാകുന്നത്. അത്തരം ദിവ്യോന്മാദികളെ സൂഫികൾ പറയുന്ന വാക്കാണ് മജ്ദൂബ്. ബുദ്ധി മറയുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദികളാണ് മജ്നൂൻ എന്നത്. അപ്പോൾ ഇവിടെ മജ്നൂൻ, അവന് അതിനെ നീ എന്ത് ഭ്രാന്തനെന്ന് വിളിക്കരുത്. കാരണം എന്താണ്? അവൻ മജ്നൂനല്ല, അവൻ്റെ ഉന്മാദം മറ്റൊരു തലത്തിലാണ്. അവൻ്റെ ഉന്മാദം മറ്റൊരു തലത്തിലാണ്. അവനൊരു ദിവ്യോന്മാദിയാണ്. ദിവ്യോന്മാദിയെ നീ അങ്ങനെ മജ്നൂൻ എന്ന് വിളിക്കല്ലേ എന്ന് പറയാണ്. അത്തരം ആളുകളെ സൂഫികൾ പറയുന്ന വാക്ക് ഉഖലാ ഉൽ മജാനീൻ എന്നാണ്. ധന്മാർ, അവർ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാണ്. ആ നിറവിൽ, ആ ദൈവിക പ്രകാശത്തിൻ്റെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടുകൊണ്ട് വലിക്കപ്പെട്ടവരാണ് അവർ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രവൃത്തികളെ നീ വിലയിരുത്തല്ലേ. ഇത്തരം കഥകളിലൂടെ പോകുമ്പോൾ അതിൻ്റെ പൊരുളുകളെ, അതിൻ്റെ പ്രണയസാരത്തെ നീ തിരിച്ചറിയുക. നീ അതിനെ ഭ്രാന്തമെന്ന് വിളിച്ച്, അത് പാപമെന്ന് വിളിച്ച് നീ തെറ്റിദ്ധരിക്കപ്പെടല്ലേ എന്ന് ഗുരു ഇതിൻ്റെ ഉപസംഹാരത്തിൽ വളരെ വ്യക്തമാക്കി തരികയാണ് ഓരോ അന്വേഷകനെയും. അതിൻ്റെ അവസാനത്തെ വരിയിൽ പറയുന്നത്, അത്തരം ആളുകളെ ഞാൻ കുറ്റവാളിയാണ് പ്രശംസിക്കുന്നതെങ്കിൽ അത് ദൈവസിംഹാസനം പോലും വിറകൊള്ളിക്കുന്നതാണ്. അങ്ങനെയല്ല ഞാൻ ചെയ്തത്. ഒരു തെറ്റായി പാപമായി കാണരുത്. ഇതിൻ്റെ പൊരുളിലേക്ക് ഇറങ്ങുമ്പോഴേ ആ ചുവന്ന പനിനീർപ്പൂവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അവിടെയാണ് ഹദീസ് ഉദ്ധരിച്ചത്, ഇദാ മുദിഹൽ ഫാസിഖു, ആരെങ്കിലും ഒരു ഫാസിഖിനെ, ഒരു കുറ്റവാളിയെ, ഒരു തെറ്റ് ചെയ്തവനെ പ്രശംസിച്ചാൽ ഗളിബർ റബ്ബ് കോപിച്ചിരിക്കുന്നു അവരോട്. വഹ്തസൽ അർഷ്, അവിടെ അർഷ് വിറകൊള്ളുന്നു. ദൈവസിംഹാസനം പോലും വിറകൊള്ളുന്ന ആ കോപം അതിനുണ്ട്. കാരണം അത്രയും തെറ്റായ, വളരെ നീചമായൊരു പ്രവൃത്തിയാണ് അധമനായ ഒരാളെ, കുറ്റവാളിയായ ഒരാളെ, തിന്മ പ്രവർത്തിച്ച ഒന്നിനെ പ്രശംസിക്കുക എന്നത്. ആ പ്രശംസ സാമാന്യ ജനത്തെ, ഒരു നന്മയുള്ളവൻ
ഒരു തിന്മ ചെയ്തവനെ പ്രശംസിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്താൽ സാമാന്യമായിട്ടിരിക്കുന്നവർ ആ തിന്മ ചെയ്തവർ പോലും നല്ലവരെന്ന് തെറ്റിദ്ധരിക്കുകയും ആ തിന്മയുടെ പിന്നാലെ പോവുകയും ചെയ്യും. അത് വലിയ അപരാധമാണ് സാമൂഹിക തലത്തിലുണ്ടാവുക, ആന്തരിക തലത്തിലുണ്ടാവുക. ആത്മാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധതലത്തിൽ അതിൽ കറ തീർക്കുകയും അതിൽ അവൻ്റെ വഴി മുടക്കുകയും അവൻ്റെ പ്രകാശത്തിൽ ഇരുള് പടർത്തുകയും ചെയ്യും. അതുകൊണ്ട് അതിനെ അതീവ സൂക്ഷ്മമായി നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. നിന്റെ ഹൃദയമെന്ന സിംഹാസനത്തിൽ കറ പുരളാതിരിക്കാൻ, അത് വിറകൊള്ളാതിരിക്കാൻ നീ ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഏറെ ജാഗ്രതയോടെ, അവധാനതയോടെ, അതീവ സൂക്ഷ്മതയിൽ നീ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ഗുരുമൊഴിയാണ് ഇവിടെ ആ ഹദീസിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇത്രയുമാണ് ഈ ഉപസംഹാര ഭാഗത്ത് നമ്മളോട് ഗുരു പറയുന്നത്. ഈ കഥയുടെ പൊരുളിനെ അറിഞ്ഞുകൊണ്ട് കഥയുടെ ആ പ്രണയപ്രകാശത്തിലേക്ക്, ആ ചെമന്ന പനിനീർ പൂവിനെ നീ ഹൃദയം കൊണ്ട് അനുഭവിക്കുക, ഹൃദയം കൊണ്ട് ആശ്ലേഷിക്കുക. അപ്പോഴേ നിനക്ക് ഈ കഥ നിന്റെ ഹൃദയത്തെ, ആത്മപ്രകാശത്തെ, നിന്റെ ആത്മാവിലേക്ക് ബോധപ്രകാശത്തെ പകർത്തുകയുള്ളൂ എന്നറിയുക. നാളെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. നമുക്ക് അതിലേക്ക് നാളെ പ്രവേശിക്കാം. എല്ലാവരോടും സ്നേഹം, നന്ദി.